എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സാറ്റിലേക്ക് സ്വാഗതം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Pentacles, Three of Swords, Two of Wands, Five of Pentacles, Seven of Wands, Strength card. ആദ്യം തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വരുമാനം കൂടാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ജോലി സംബന്ധമായിട്ടുള്ളൊരു പുരോഗതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക, അതേപോലെ ശമ്പള വർധനം, തീർച്ചയായിട്ടും ഒന്നുകിൽ പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനമായിട്ട് അതേ പൊസിഷനിൽ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് ഹയർ പോസ്റ്റിലേക്ക് കയറുകയും തീർച്ചയായിട്ടും അപ്പോൾ ശമ്പളം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരേ ഒരു വരുമാനത്തിൽ തങ്ങി നിൽക്കാതെ രണ്ട് വഴിയിലൂടെയൊക്കെ രണ്ട് തരത്തിലുള്ള വരുമാനങ്ങളും എന്നുള്ള ചിന്തയിലേക്ക് വരാം. അപ്പോൾ ഒരു ബിസിനസ് കൂട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്നുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഫാമിലിയിലെ ഇൻകം കൂടുന്ന ഒരു സാഹചര്യം, അതായത് നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഒരാൾക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ജോലി ഇല്ലാത്ത ഒരാളുടെ കൂടി ജോലി ലഭിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും ജോലിയുള്ള സാഹചര്യം, മക്കൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ജോലി ലഭിച്ചിട്ട് അതായത് രണ്ടാമതൊരു വരുമാനം കൂടി വരുന്ന ഒരു സാഹചര്യമായിരിക്കാം ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഫാമിലിയിൽ പൊതുവെ ഒത്തിരി സന്തോഷവും തൃപ്തിയും വരുന്ന സമയമാണ്. കാരണം സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും, വേണ്ടത് വച്ചത് പലതും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അതായത് പുറത്തു പോയിട്ട് ആഹാരം കഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു യാത്ര നടത്തുന്നതോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഫാമിലിയായിട്ട് ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള, അടുത്ത കാലത്ത് നിങ്ങൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരാതെ ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി, സന്തോഷം, ഫാമിലിയിൽ ഉടനീളം ഒരു തൃപ്തിയും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയം, ഓൾറെഡി മാരീഡ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആണ് ഈ ഒരു എനർജി കാണിക്കുന്നത്. അതായത് ഫാമിലിയിൽ നിങ്ങൾ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും പ്രണയ നൈരാശ്യം ത്തിനുള്ളൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവരാരെങ്കിലും ഫാമിലിയിൽ പ്രണയത്തിലായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച്, ഇത് ഒരു ഫാമിലി സിറ്റുവേഷനാണ് കൂടുതലും ഈ ഒരു മാസം കാണിക്കുന്നത്. എല്ലാം ഒരു ഫാമിലി മൊത്തത്തിലുള്ളൊരു സാഹചര്യം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും പ്രണയ നൈരാശ്യം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ കുറച്ച് മാനസികമായിട്ട് അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം മാനസികമായിട്ട് തളർച്ച ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാനസികമായിട്ട് അവരെ തകർന്നു പോകാതിരിക്കാൻ കൂടെ നിൽക്കുക. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്കായിട്ട് നിങ്ങളുടെ ചില സുഹൃത്തുക്കളെ സംബന്ധിച്ച് കുറച്ച് ഡിപ്രഷനോ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകളിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നേരിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, വളരെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അത്രയും നല്ല കണക്ഷനുള്ള ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കുറച്ച് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ കൂടെ നിർത്തുന്നതും അവരെ ചേർത്ത് പിടിച്ച് അവരോട് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന്, അത് വെറുതെ തോന്നലാണെന്ന് വിചാരിക്കാതിരിക്കുക.
അത് ശരിക്കുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 2 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. യാത്രകൾ ഒത്തിരി സാധ്യമാകുന്ന സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ വിസ കാര്യങ്ങൾ റെഡിയാവുന്നുണ്ട്, വർക്ക് പെർമിറ്റോ മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാകുന്നതിൻ്റെ ഒരു തൃപ്തി. അതപ്പോൾ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു എനർജിയാണ് കൂടുതൽ, അതായത് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് ചേക്കേറി പാർക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര സൂചിപ്പിക്കുന്നത് മക്കളെ, അതായത് ഒത്തിരി നാൾ കാത്തിരുന്ന ഒരു യാത്രയായിട്ട് കാണിക്കും. അപ്പോൾ മക്കളൊക്കെ വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മക്കളെ കാണുന്നതിനാവാം. അതായത് മക്കളൊക്കെ വിദേശത്ത് താമസിക്കുന്നവർ മക്കൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്, അവരെയൊക്കെ പോയി കാണുകയും രാജ്യത്തൊക്കെ പോകാനുള്ള അവസരമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വിദേശത്തേക്ക് പോകുന്നതിനുള്ള ചാൻസ് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തോ കുറച്ച് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു കാര്യം സാധ്യമാകാനായിട്ട്. കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുവരെ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആ ഒരു കാര്യം, അതാ ഇന്ന കാര്യം എന്നുള്ളതല്ല, ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു കാര്യം എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ഒരു സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാകുന്ന സമയമാണ് തീർച്ചയായിട്ടും. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലവുകളും കൂടുതലായിട്ട് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പത്തികം മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചിലവാക്കാനും തുടങ്ങുന്നു. പക്ഷെ അത് അധികം വലിയ രീതിയിലുള്ള ചിലവുകളൊന്നും അല്ലെങ്കിൽ കൂടി ആദ്യത്തെ മാസം സാമ്പത്തികം നേടിയതിൻ്റെ ആദ്യ മാസമായതുകൊണ്ടാവാം നിങ്ങൾ കുറച്ചധികം ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചിലവുകളും വരുന്നുണ്ട്. പക്ഷേ ഓക്കെ, ഈ ഒരു മാസം ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. അടുത്ത വരുന്ന മാസങ്ങളിൽ ഇതുപോലെ ചിലവാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് എടുത്തു പറഞ്ഞു. കാരണം അല്ലാത്ത പക്ഷം എല്ലാ മാസവും ഇതുപോലെ ചിലവാക്കുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നെത്താൻ ചേരാനുള്ളൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികം മുന്നോട്ടേക്ക് വരുമ്പോൾ അത് അപ്പം തന്നെ ചിലവാക്കി കളയാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് വൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മീയതയിലേക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലും ഒന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ധൂർത്തുകളോ ചിലവുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാം. അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 10 മുതൽ അരമണിക്കൂർ വരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക. പറ്റുന്നുണ്ട് എങ്കിൽ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞിട്ട് വൈകുന്നേരമോ രാത്രിയിലോ ആയിരിക്കാം. അപ്പോൾ രാത്രിയിൽ അന്ന് മുഴുവൻ ചെയ്ത കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യുക, എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾക്കൊന്ന് എന്താ എവിടെ എങ്ങനെയെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു മാസം സഹായകരമായിരിക്കും. ചെലവ് ചുരുക്കുന്നതിനും പൊതുവെ നിങ്ങളുടെ ജീവിതം സ്വസ്ഥമാക്കുന്നതിനും വേണ്ടി. സ്ട്രെങ്ത് കാർഡാണ്. പൊതുവെ നല്ലൊരു ഉൾക്കാഴ്ച ഉള്ളൊരു സമയമാണെന്ന് പറയാം. ചെലവിൻ്റെ കാര്യത്തിൽ ഒഴിച്ച് പൊതുവെ നല്ലൊരു ഉൾക്കാഴ്ചയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്ന സമയമാണ്. അത് പൊതുവെ ഈ ഒരു മാസം അവസാനത്തിലാണ് കാണിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെ ലൈഫ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ പവർ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മാസം. അതേപോലെ പ്രായമായിട്ടുള്ള ആളുകളോ വീട്ടമ്മമാരോ ഒക്കെ നിങ്ങൾ ഈ ഒരു ഇനി പ്രായമായി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടമ്മയാണ്, നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് മാറി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്.
അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കഴിവുകളൊക്കെ മനസ്സിലാക്കുന്നു, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.